ഇന്നത്തെ എപ്പിസോഡിലെ ആദ്യ ഗാനം ഇശൽ കഹാനി റൗണ്ടിൽ നമുക്ക് മുന്നിലെത്തുന്നത് ആയിഷ ഷെറി. ചരിത്രമിതാ കഥന
ഐഷക്കുട്ടി ചേച്ചി ഇഷൽ കഹാനി റൗണ്ടിലെ സോങ് ആയിരുന്നു അല്ലേ? നന്നായിട്ട് പാടിയോ? കുഴപ്പമില്ലാണ്ട് പാടി. നല്ല ഫീൽ ഉണ്ടായിരുന്നു സോങ്ങില്. ഓക്കെ, ആരത് സെലക്ട് ചെയ്തേ? സാബുക്കയാണ് സെലക്ട് ചെയ്തത്. നമ്മുടെ സാബു. ആഹാ, സാബു ഹായ്. ഒരു താങ്ക്സ് സാബുവിന് കൊടുക്കണ്ടേ? താങ്ക് യു. ഓക്കെ, അപ്പോൾ സാബുക്കയാണ് സെലക്ട് ചെയ്തതെന്ന് പറഞ്ഞു. പ്രാക്ടീസ് ചെയ്യാൻ സമയമൊക്കെ കിട്ടിയ നല്ലോണം? കുഴപ്പമില്ലാണ്ട് പാടി. ഇനി ഈ പാട്ടിനെ കുറിച്ച് അറിയോ? ഓക്കെ, ഫൈസൽ സർ. ചരിത്രം അല്ലെങ്കിൽ കഥ പറയുന്ന റൗണ്ടിലെ ഇശൽ കഹാനിയിൽ മുമ്പ് ഇവിടെ പാടിയ ഒരു സംഭവം തന്നെയാണത്. കർബല സംഭവമാണ് ഇവിടെ പറയുന്നത്. MG ശ്രീകുമാർ പാടിയതാണ് ഈ പാട്ട്. വിൽസൺ സംഗീത സംവിധാനം നിർവഹിച്ച കൊച്ചിയിലെ. പിന്നെ ബാപ്പു വെള്ളിയുറമ്പാണ് എഴുതിയത്. അപ്പോൾ മെയിൽ MG ഒക്കെ പാടിയ പാട്ട് പാടുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ധൈര്യം ഞാൻ അഭിനന്ദിക്കുകയാണത്. കാരണം MG ദാസേട്ടനൊക്കെ പാടിയ പാട്ട് സാധാരണ പെൺകുട്ടികൾ അങ്ങനെ എടുത്ത് പാടാറില്ല. എന്നാലും അതിൻ്റെ ഒരു കാര്യം നമ്മൾ സമ്മതിച്ച് തന്നെ മതിയാവും. പിന്നെ ഈ സംഭവം അത് ഞാൻ മുമ്പ് വീണ്ടും ആവർത്തിക്കുന്നില്ല. കാര്യം അവിടെ കൂഫയിലെ ഒരു മോശമായ രീതിയിൽ ഭരിച്ച യസീദ് എന്ന രാജാവിനെതിരെയുള്ള ജനങ്ങളുടെ പടയൊരുക്കം, ആ പടയൊരുക്കത്തിൻ്റെ നായകത്വമല്ല അന്വേഷിക്കാൻ ചെന്ന പ്രവാചകൻ നബി തിരുമേനിയുടെ പേരമകനായി നമ്മുടെ ഫാത്തിമ ബിവിയുടെ മകൻ അലി റളിയല്ലാഹു അൻഹുവിൻ്റെയും ഫാത്തിമ ബിവിയുടെയും മകൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ദാരുണമായ സംഭവമാണ്. അത് വധിക്കപ്പെടുന്ന ദാരുണമായ, അവരുടെ കുടുംബത്തെ അനാഥമാവുന്ന അല്ലെങ്കിൽ അവർ കുടുംബം ദുരിതത്തിലാവുന്ന ഒരു കഥയാണിത്. ഇതിൽ വളരെ കൃത്യമായിട്ട് തന്നെ ആ കാര്യങ്ങളൊക്കെ പിന്നെ പറയുന്ന കരളുരുകുന്ന ചരിത്രം, എന്താ പറയുക, അങ്ങനെയുള്ള ആ ചരിത്രം തന്നെയാണ്. അതുകൊണ്ട് ഞാനത് വീണ്ടും ആവർത്തിച്ച് പറയുന്നില്ല. അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ മാത്രമാണ് ഈ പാട്ട് പറയുന്നുള്ളൂ. അപ്പോൾ സംഭവങ്ങളൊന്നും പറയുന്നില്ല. അതിൽ മരിച്ചു, ഇന്നതാണ് സംഭവം എന്ന് മാത്രമാണ് ഇത് പറയുന്നത്. ഒരുപാട് പാട്ട് ഇതിലുണ്ട്. വീണ്ടും എനിക്ക് തോന്നുന്നത് ഇനി നമ്മുടെ വീണ്ടും ചിലപ്പോൾ ഈ കഥ, ഈ ചരിത്രം വീണ്ടും വന്നേക്കാം. കാരണം കുട്ടികൾക്ക് ഈ മേഖലയിൽ ഒരുപാട് പാട്ടുള്ളത് കൊണ്ട്, ഈ സംഭവത്തിൽ ഒരുപാട് ആളുകൾ പാട്ടുള്ളത് കൊണ്ട് ഇനി വന്നേക്കാം. എന്നാലും മോളുടെ ഡ്യൂട്ടി നന്നായി ചെയ്തിട്ടുണ്ട്. ഈ പാട്ട് പാടുക എന്നുള്ളത് വലിയ ഒരു അബദ്ധമൊന്നും ഇല്ലാതെ നന്നായി പാടിയിട്ടുണ്ട്, പാടാൻ ശ്രമിച്ചിട്ടുണ്ട് കേട്ടോ. താങ്ക് യു ഫൈസൽ സർ. ഷാൻ സർ. ഐഷ മോള് നല്ല ഫീൽഡിൽ പാടി. ഭൂരിഭാഗം പ്ലാൻസ് ഒക്കെ നല്ല രീതിയിൽ തന്നെ വന്നു. ഭൂരിഭാഗം ചിലത് ഒന്ന് സ്ലിപ്പായി പോയിട്ടുണ്ട്. പക്ഷെ ആ വന്ന പ്ലാൻസ് ഒക്കെ പെർഫെക്റ്റ് ആയിരുന്നു. ഒക്കെ മോൾ നല്ല ഫീൽഡിൽ പാടി. ആ പാട്ടിന് കൊടുക്കേണ്ടതൊക്കെ മോള് കൊടുത്തിട്ടുണ്ട്. വെരി ഗുഡ്. താങ്ക് യു ഷാൻ സർ. രഹനത്ത. ഐഷ നന്നായി പാടി മോളെ, നല്ല ഫീലുണ്ടായിരുന്നു. അനുപല്ലവിയും ചരണ തുടക്കമൊക്കെ അപാര ഫീലായിരുന്നു കേട്ടോ. പറയേണ്ട കാര്യം തന്നെയാണ് അത്. പിന്നെ ചെറുതെന്ന് പറഞ്ഞുള്ളൂ ഇത് വന്നുള്ളൂ. കാരണം മോളെ അത് വന്നു എന്ന് നമുക്ക് തോന്നിയത് എന്തുകൊണ്ടാണെന്ന് ഞാൻ പറയട്ടെ. മോളിപ്പോൾ ഇത്രയും 14 രാവിലെ പാടിയിട്ട് മോളുടെ ഒരു ക്ലീൻ വോയിസാണ് ഇന്ന് ഇവിടേക്ക് കേട്ടിരിക്കുന്നത്. ശരിക്കും ഞാൻ ഇടയ്ക്കൊക്കെ ചോദിച്ചിട്ടില്ല, എന്തെങ്കിലും ഒരു അങ്ങനെയൊക്കെ വന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ട്, സ്ക്രാച്ച് അങ്ങനെയൊക്കെ. പക്ഷെ ഇതെന്തോ നല്ല, നമ്മളിവിടെ പറഞ്ഞു, അത് നല്ല ക്ലീൻ ആയിരുന്നു വോയിസ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ചിലതെന്തെങ്കിലും വന്നാൽ നമുക്ക് പെട്ടെന്ന് കിട്ടും. അപ്പോൾ അതിൻ്റെ അത് വലിയൊരു കുഴപ്പമല്ല, ചെറുതായിട്ട് വന്നു പോയത് അത്രയേ ഉള്ളൂ. എന്നാലും ആ ഫീലിൽ അതങ്ങ് പോയി. നമ്മളങ്ങനെ പറയുമല്ലോ. കാരണം അത്രയും നമ്മൾ നന്നായിട്ട് അത് 2 സ്ഥലം കേട്ടോ ഞാനത് നോട്ട് ചെയ്തിട്ടുണ്ട്. അനുപല്ലവിയുടെ തുടക്കവും ചരണത്തിൻ്റെ തുടക്കവും നല്ല ഫീലായിരുന്നു അത്. പിന്നെ ഫീലിൻ്റെ കാര്യം ഒരുപാട് ഇവിടെ ഐശ്വര്യ അടുത്ത് മറ്റേ ഇറൻ നിലാവൊക്കെ പാടിയപ്പോൾ തന്നെ ഞാൻ ഒത്തിരി പറഞ്ഞതാണ്. പക്ഷേ അന്നൊന്നും എനിക്ക് ഇങ്ങോട്ട് ഈ വോയിസ് ഇത്രയും ക്ലിയർ ആയിട്ട് കിട്ടിയില്ല. പക്ഷേ മോളെ അത് നല്ലൊരു സുഖമായിരുന്നു കേൾക്കാൻ. അപ്പം നന്നായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. താങ്ക് യു രഹനത്ത. ഹമീദ് സർ. ഫൈസൽ മാഷും ഷാനും രഹനയുമൊക്കെ പാട്ടിനെക്കുറിച്ചും അതിൻ്റെ ആലാപനത്തെക്കുറിച്ചുമൊക്കെ വിശദമായി പറഞ്ഞു കഴിഞ്ഞു. ഈ കർബല എന്ന് പറയുന്നത് അത് ഈ കാലത്തിൻ്റെ കണ്ണിലെ ഒരിക്കലും പറ്റാത്ത ഒരു കണ്ണീർ തുള്ളിയാണത്. ഈ മനുഷ്യവാസം ഭൂമിയിലുള്ളിടത്തോളം കാലം ആ കഥനം അത് ഈ മണ്ണിലുണ്ടാകും, അത് മനുഷ്യ മനസ്സിൽ ഉണ്ടാകും. അതേപോലെ അത്രയും തീവ്രമാണ് ആ ദുഃഖ ചരിത്രം. ഒരു കവിയെ സംബന്ധിച്ചിടത്തോളം പറയാൻ ഉദ്ദേശിക്കുന്ന ഇതിവൃത്തം അല്ലെങ്കിൽ വിഷയം, അതിൻ്റെ ഭാവനകൾ അല്ലെങ്കിൽ കൽപ്പനകൾ അത് ഉചിതമായ പദങ്ങളിൽ
ആ വരികളിൽ ആ വൃത്തത്തിൽ അത് ഇങ്ങനെ ഘടിപ്പിച്ച് വെക്കുക എന്ന് മാത്രമേ ഉള്ളൂ കവിയെ സംബന്ധിച്ചിടത്തോളം. അത് പാടി ഫലിപ്പിക്കേണ്ട ഉത്തരവാദിത്വം ഒരു ഗായകർക്കുള്ളതാണ്. എന്ന് വെച്ചാൽ അതിന് ആത്മാവിഷ്കാരം നടത്തുക, അതിന് ആ ഭാവനയ്ക്ക് ആത്മാവിഷ്കാരം നൽകി അതിനെ പൊലിപ്പിക്കുക, അതിന് മണവും നിറവും നൽകി ആസ്വാദക മനസ്സിലെത്തിക്കുക എന്നുള്ളത്, അതാണ് ഈ ഒരു പാട്ടുകാരൻ്റെ അല്ലെങ്കിൽ പാട്ടുകാരിയുടെ ധർമ്മം എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ആ ഒരു നല്ല ഒരു കഴിവ് ഷെറിനുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിമനോഹരമായി പാടി ഫലിപ്പിച്ചിട്ടുണ്ട് ഈ ഗാനം. കൺഗ്രാറ്റ്സ്. താങ്ക് യു ഹമീദ് സർ. ആയിഷക്കുട്ടിയെ നല്ല നല്ല കമൻസൊക്കെ കേട്ടെ അല്ലേ? നല്ല ക്ലീനായിരുന്നു എന്ന് പറഞ്ഞ വോയിസ്. ശരിക്കും റെസ്റ്റൊക്കെ ചെയ്ത് നല്ലോണം പഠിച്ചിട്ടൊക്കെ പാടിയല്ലേ? ഇനി മാർക്ക് അറിയണം. ഷാൻ സർ. ആയിഷ 26. താങ്ക് യു സർ. 30-ൽ 26 മാർക്ക്. താങ്ക് യു ഷാൻ സർ. ഫൈസൽ സർ 26 തന്നെ. 30-ൽ 26 മാർക്ക്. താങ്ക് യു ഫൈസൽ സർ. രഹനത്ത 27 ആണ്. താങ്ക് യു. 30-ൽ 27 മാർക്ക്. താങ്ക് യു രഹനത്ത. ഹമീദ് സർ. ഷെറിന് 8 മാർക്കായിരുന്നു ഉദ്ദേശിച്ചിരുന്നത്. പക്ഷേ ആലാപന മികവ് വളരെ നന്നായി അതിൻ്റെ രാഗത്തോട് ചേർന്നുകൊണ്ട് നന്നായി ആലപിച്ചു. ഒരു അരമാർക്ക് കൂടി, 8.5 മാർക്ക് 10-ൽ. 10-ൽ 8.5 മാർക്കാണ് ഹമീദ് സാർ നൽകിയിരിക്കുന്നത്. സോ 100-ൽ 87.5 മാർക്ക് അല്ലേ? നല്ല മാർക്കാണ്. സന്തോഷമായോ? ഓക്കെ. അപ്പോൾ ഇനി നെക്സ്റ്റ് റൗണ്ടിലേക്കുള്ള പ്രാക്ടീസൊക്കെ തുടരാം. സോങ്ങൊക്കെ സെലക്ട് ചെയ്തോ? സെലക്ട് ചെയ്തു, പ്രാക്ടീസ് ചെയ്തു അല്ലേ? അപ്പോൾ ഇനി നല്ലോണം പാടുക, നല്ല മാർക്ക് സ്കോർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.